എല്ലാവർക്കും അടുക്കളത്തോട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കറ്റാർ വാഴയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കറ്റാർ വാഴ ഏകദേശം 6 മാസം മുമ്പ് നട്ട കറ്റാർ വാഴയാണ്. ഇത് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മളത് നടന്നത് എങ്ങനെയാണെന്നും ഈ കറ്റാർ വാഴ തന്നെ നട്ട് നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അത് ഏകദേശം ഇത്രയായി, 6 മാസം കൊണ്ട് ഇത്രയായി. അപ്പോൾ ഇത് നിങ്ങളെ എല്ലാവരെയും കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. പിന്നെ എങ്ങനെ ഇത്രയായി, ഇതിന് വീണ്ടും എങ്ങനെയാണ് പരിചരിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ ചെറുതായി പറയാനും കൂടിയാണ്. അടുക്കളത്തോട്ടം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പ് കറ്റാർ വാഴ നട്ടതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ നടുന്നു, അതിൻ്റെ നടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിലത്തൊക്കെ നടന്നവർ ശ്രദ്ധിക്കുക, കഴിവതും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും കറ്റാർവാഴ നടാതെ നീർവാഴ്ചയുള്ള സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുക. ചട്ടിയിലേക്ക് ഈ പോട്ടി മിശ്രം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കറ്റാർവാഴ നടുമ്പോൾ അധികം ആഴത്തിൽ കുഴിയെടുക്കാതെ ചെറുതായിട്ട് മാത്രം കുഴിയെടുത്ത് അതിൽ നടുന്നതായിരിക്കും ഉത്തമം. അന്ന് നട്ട കറ്റാർ വാഴ ഇന്ന് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിലായിരുന്നു നട്ടത്. അതിന് പ്രധാനമായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് പഴത്തൊലിയാണ്. അതോടൊപ്പം മഴയുള്ള സമയത്ത്, നല്ല രീതിയിൽ മഴയൊക്കെ ഉള്ള സമയത്ത് ഷെയ്ഡിലേക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. കൂടാതെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന വളങ്ങൾ, കഞ്ഞിവെള്ളം, പഴത്തൊലി, മുട്ടത്തോട്, ഇതൊക്കെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അതിൻ്റെ ജെല്ലായിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്താണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇത് കൊടുക്കുമ്പോൾ. ഇതിൻ്റെ സൈഡിൽ കൂടെ വിത്തുകളൊക്കെ, പുതിയ വിത്തുകളൊക്കെ നാമ്പ് കൂട്ടിയിട്ടുണ്ട്. അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. വിത്തുകളൊക്കെ 3-4 എണ്ണം ഉണ്ട്. ഇനിയൊരു വലിയ മഴയൊക്കെ വരാൻ പോകുന്ന സമയമല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വിത്തുകളൊക്കെ വേറെ മാറ്റി പറിച്ച് നടുന്നതായിരിക്കും. അടുക്കളത്തോട്ടം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗുഡ് ബൈ.